യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചവർക്ക് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധമുണ്ടോ? അയ്യപ്പ ഭക്തരെല്ലാവരുടെയും ഹർജി കോടതി എങ്ങനെ പരിഗണിച്ചുവെന്നും ജസ്റ്റിസ് ബി നാഗരത്ന ചോദിക്കുന്നു. യുവതീ പ്രവേശന വിലക്കിനെ ചോദ്യം ചെയ്ത ഒരു അയ്യപ്പ ഭക്തരും കോടതിയിൽ എത്തിയിട്ടില്ല എന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി. ആരാണ് ഈ പൊതു താല്പര്യ ഹർജിക്കാർ? അവർക്ക് ശബരിമല ക്ഷേത്രവുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്നാണ് ജസ്റ്റിസ് ബി നാഗരത്ന ചോദിച്ചത്. ജസ്റ്റിസ് ബി നാഗരത്ന പറഞ്ഞത്, സാധാരണഗതിയിൽ ഒരു വ്യക്തി ഈ യുവതീ പ്രവേശനമൊക്കെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സിവിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ, ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കോടതി ചോദിക്കേണ്ട ആദ്യ ചോദ്യം എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ മൗലികാവകാശത്തിന് ഫണ്ടമെന്റൽ റൈറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായിട്ടുണ്ടോ, നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമായിരുന്നു കോടതി ആദ്യം പരിശോധിക്കേണ്ടതായിരുന്നത്. അതാണ് സാധാരണഗതിയിൽ കോടതികൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി നാഗരത്ന ചോദിച്ചത്. അവർക്ക് എന്താണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധം? അവരിൽ ആർക്കെങ്കിലും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കാത്തതിനാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും അവർ ചോദിക്കുകയും ചെയ്തു. തുടർന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇക്കാര്യത്തിൽ ഈ പൊതു താല്പര്യ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട്, അതായത് നൽകിയവർക്ക് ഈ ക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. നേരത്തെ കോടതിയിൽ എഴുതി നൽകിയിരുന്ന വാദത്തിൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്നത് പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന അവരുടെ ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കോടതിയെ സമീപിച്ചിരുന്നത് എന്ന കാര്യമാണ് പറഞ്ഞത്. ഏതായാലും ഇത്തരം ഈ PAL ബിസിനസ് അടിയന്തരമായി സുപ്രീം കോടതി ഇടപെട്ട് അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നൊരു നിലപാട് കൂടി അദ്ദേഹം കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 2006 തന്നെ ഈ കേസ് സുപ്രീം കോടതി തള്ളേണ്ടതായിരുന്നു എന്ന ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന് വേണ്ടി ഹാജരാകുന്ന, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി യുവതീ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹാജരാകുന്നവർക്ക് വേണ്ടി വാദിക്കുന്ന ഇന്ദിരാ ജയ്സിംഗിനെ പോലുള്ള അഭിഭാഷകർ കോടതിയിലുണ്ടായിരുന്നു. അവർ ഈ കേസിൽ ഇക്കാര്യങ്ങൾ നേരത്തെ ആയിരുന്നു കോടതി പരിശോധിക്കേണ്ടതെന്ന ഒരു നിലപാടായിരുന്നു കോടതിയിൽ സ്വീകരിച്ചത്. ഈ രണ്ടാം ദിവസത്തെ വാദം ഇപ്പോഴും സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ജസ്റ്റിസ് ബി നാഗരത്നയുടെ ഭാഗത്ത് നിന്ന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഈ ചോദ്യം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതിന് ചീഫ് ജസ്റ്റിസ് ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 2006 തന്നെ ഈ വിഷയങ്ങൾ നോക്കേണ്ടതായിരുന്നു, അന്നത് തള്ളേണ്ടതായിരുന്നു. പക്ഷേ പിന്നീട് ഭരണഘടനാ ബെഞ്ചൊക്കെ ഈ കേസ് പരിഗണിച്ചതാണ്. തുടർന്നാണ് ഈ റഫറൻസിന്റെ ഭാഗമായ 7 ചോദ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. അതൊക്കെ കാരണം ഈ ഹർജിയിൽ തുടർന്നുള്ള വാദങ്ങൾ കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതിനിർണായകമായ ഒരു ചോദ്യമാണ് ജസ്റ്റിസ് ബി നാഗരത്നയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.